അപ്പം നിങ്ങൾക്ക് ഒരു ഓട്ടിസമുള്ള കുഞ്ഞുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ അതിനെ ചുംബിക്കണം. എന്താ കാര്യം? കർത്താവ് അറിഞ്ഞ് നിനക്ക് തന്ന കുരിശാണ്. അത് ഉള്ളിടത്തോളം കാലം അതിനെ സൂക്ഷിക്കണം. ഞാൻ ഇന്നുവരെ മനസ്സിലാക്കിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാരപ്പെട്ട ജോലി ഒരു ഓട്ടിസം കുഞ്ഞിനെ സൂക്ഷിക്കുന്നതാണ്. അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാര്യം ഞാനൊരു ദിവസം 5, 2, 3 ഒക്കെ ആൾക്കാരെ കാണത്തില്ലേ, എല്ലാം ചെറുപ്പകാരികളല്ലേ. അപ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോയി, മനസ്സ് ഞാൻ പുറത്ത് കാണിക്കത്തില്ല. അതുങ്ങൾ ആ ജീവിതകാലം മുഴുവൻ ഈ കുഞ്ഞിനെ കൊണ്ടുപോകും. അപ്പം ഞാൻ ഓർക്കും, നമ്മളൊരു മഠത്തിൽ ചേർന്ന് ഒരു സിസ്റ്ററായിട്ട് ജീവിക്കണം വിചാരിച്ചു. ആ അനുസരണ, പിന്നെ അതുതന്നെ വ്രതവാഗ്ദാനത്തിലൂടെ, അതുപോലെ തന്നെ നമ്മളുടെ ചാസ്റ്റിറ്റി, ശുദ്ധത, പിന്നെ ദാരിദ്ര്യം ഒക്കെ കീപ്പ് ചെയ്ത് ഒരു സിസ്റ്റർ ജീവിക്കണില്ലേ. അവരുടെ വ്രതത്തിലൂടെയാണ് വിശുദ്ധകളായി മാറുന്നത്. അതുപോലെ തന്നെയാണ് ഇത്. എന്നുവെച്ചാൽ അതായത് ആ വ്രതശുദ്ധിയിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ അമ്മയ്ക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരുന്നത്. പക്ഷെ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് എല്ലാം ഈശോയെ പ്രതിയായിരിക്കണം.